കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5, 43 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ തെരഞ്ഞെടുപ്പും വിളിയെക്കുറിച്ചാണ് പറയുന്നത്. കേൾക്കാൻ ഇമ്പമുള്ളതും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വചനഭാഗമാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കേട്ടത്. എന്തെളുപ്പമല്ലേ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, അല്ലേ? പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവാണോ അതോ നമ്മുടെ വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയുമായിരിക്കും, അല്ലേ? പീഡനം ഏൽക്കുമ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നതെന്ന് അറിയാതെ. അതുവരെ നമ്മളങ്ങനെയൊക്കെ കുഴപ്പമില്ലാതെയൊക്കെ പോവും. ആരെങ്കിലും നമുക്കെതിരെ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് ശത്രുക്കളായി മാറുമ്പോൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ സ്തെഫാനോസ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. അവിടെ ഒരു സുന്ദരമായൊരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. സ്തെഫാനോസിൻ്റെ മേൽ കല്ലുകൾ എറിഞ്ഞപ്പോൾ, സ്തെഫാനോസിനെ അവർ പീഡിപ്പിച്ചപ്പോൾ, അടുത്ത വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, ഒരാളെ ക്രിസ്തുവിൻ്റെ സ്വന്തമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ, ഒരാൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ഈശോയുടെ ജീവിതം അനുസരിച്ച് ജീവിക്കാൻ ഒരുവൻ പരിശ്രമിക്കുന്നിടത്താണ്. ആദ്യവായന നമ്മൾ കണ്ടു നിയമാവർത്തന പുസ്തകം. അവിടെ കർത്താവിൻ്റെ വിശുദ്ധ ജനമായി ഇസ്രായേൽ ജനം മാറിയത് ദൈവകൽപ്പനകൾ പാലിക്കുമ്പോഴാണ്, ഉടമ്പടി പാലിക്കുമ്പോഴാണ് അവർ വിശുദ്ധ ജനമായി രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ കർത്താവ്, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. എപ്പോഴാണ്? സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുമ്പോഴല്ല. അത് കഴിഞ്ഞു, പഴയ നിയമ കാലഘട്ടം കഴിഞ്ഞു. നമ്മൾ പുതിയ നിയമത്തിൻ്റെ മക്കളാണ്. യേശുക്രിസ്തുവുമായിട്ടുള്ള കാൽവരി യാഗത്തിലൂടെ പിതാവായ ദൈവത്തോട് ഒരു പുതിയ ഉടമ്പടി, സ്നേഹത്തിൻ്റെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത് സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുമ്പോഴാണ്. ഇവിടുത്തെ കൽപ്പനകൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട്, ചുമ്മാ നിർബന്ധിത പ്രകാരം കൽപ്പനകൾ പാലിക്കുന്നിടത്തല്ല ദൈവ മക്കളെന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. മറിച്ച് സ്നേഹത്തിൽ നാം പൂർണ്ണത പ്രാപിക്കാൻ പരിശ്രമിക്കുന്നിടത്താണ്. അതുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ. ഇത് സ്നേഹത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ പാപം ചെയ്യാതെ, തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നതല്ല. സ്നേഹത്തിൽ എത്രമാത്രം ദൈവം പരിശുദ്ധനായിരിക്കുന്നുവോ അതുപോലെ നാമും പരിശുദ്ധരായിരിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ഉപമയിലൂടെ പറയാണ്: ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ അവൻ മഴ പെയ്യിക്കുന്നു, നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മീതെയും അവൻ മഴ പെയ്യിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന്.
അങ്ങനെയെങ്കിൽ ദൈവമക്കളെന്നുള്ള, പിതാവിൻ്റെ മക്കളെന്നുള്ള യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന പേരിന് നമ്മൾ അർഹരാക്കപ്പെടുന്നത്, വിശുദ്ധ ജനമായി നാം തെരഞ്ഞെടുക്കപ്പെടുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുമ്പോഴല്ല. അത് കൃത്യമായിട്ട് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്ത് പ്രതിഫലം? അത് പാർക്ക ചെയ്യാൻ പറ്റാത്ത. കള്ളന്മാരും കള്ളന്മാരെ സ്നേഹിക്കുന്നുണ്ട്, കൊള്ളക്കാരും കൊള്ളക്കാരെ സ്നേഹിക്കുന്നുണ്ട്, തീവ്രവാദികളും തീവ്രവാദികളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം അതിൽ പ്രത്യേകിച്ച് നന്മയൊന്നുമില്ല. അതുകൊണ്ട് അടുത്തൊരു സ്റ്റെപ്പ് കൂടി, ഒരു എക്സ്ട്രാ മൈൽ, 1 മൈൽ കൂടി അധികം പോകാൻ കർത്താവ് ആവശ്യപ്പെട്ടിട്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങോട്ടെത്തുമ്പോൾ സുവിശേഷം കഠിനമായിട്ട് നമുക്ക് തോന്നും. അതാണ് എക്സ്ട്രാ മൈൽ. അതാണ് ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ഈശോ കുരിശിൽ നമുക്ക് കാണിച്ചു തന്നെ. കുരിശിൽ കടന്നുകൊണ്ട് ഈശോ ചെയ്തത് എന്ത് തന്നെയാണ്? ഈശോ തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ബലി കുരിശിൽ ഈശോ പൂർത്തീകരിച്ചതാണ്. എന്നിട്ടാണ് ഈശോ അതിന് മുന്നോടിയായി ഈശോ പറഞ്ഞു വെച്ചതാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളായി മാറണോ? വേറെ എളുപ്പവഴിയൊന്നുമില്ല, സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ പരിശ്രമിക്കുക. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാ ദിവസവും തന്നെ ഈ സ്നേഹത്തിൽ വളരാനും ദൈവത്തിൻ്റെ മകളാണ് ഞാൻ, മകനാണ് ഞാനെന്ന് വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ ഞാൻ വ്യത്യസ്തനാണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ കർത്താവിൻ്റെ വിശുദ്ധ ജനമാണ്, സ്വന്തം ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, പുരോഹിത ഗണമാണ് എന്ന് വെളിപ്പെടുത്താനുള്ള നിരവധിയായ സാഹചര്യം നമുക്ക് കിട്ടുന്നുണ്ട്. എത്രയോ പേര് ഓരോ ദിവസം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവിടെ ചില ജീവിത ശൈലി കൊണ്ടുമൊക്കെ എത്രമാത്രം വേദനകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നവരിൽ നിന്ന് എത്രമാത്രം വേദനകൾ നിരന്തരമായി നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അവരെ ശത്രുക്കളായിട്ട് കണക്കാക്കാതെ, ശത്രുക്കളെന്ന് ഗണിച്ച് മാറ്റി നിർത്താതെ അവരെ എങ്ങനെ സ്നേഹിക്കാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ആലോചന എന്നാണ് സുവിശേഷം പറയുന്നത്. അപ്പം അതിനൊരു സ്വാഭാവികമായ ബുദ്ധി പോരാ, സ്വാഭാവികമായ ആലോചന പോരാ, മാനുഷികമായ കഴിവ് പോരാ, അതിന് ദൈവത്തിൻ്റെ കൃപ കൂടിയേ തീരൂ. ആ കൃപയ്ക്ക്, നമുക്ക് ആ കൃപയുണ്ടാകാൻ വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചുകൊണ്ട് തൻ്റെ പ്രാണൻ വെടിയുന്ന സമയത്തും തൻ്റെ ശരീരം മുഴുവൻ ആകമാനം അടിച്ച് തകർത്ത് വേദനയുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും, ഒരാൾക്ക് സഹിക്കാവുന്നതിൻ്റെ ഏറ്റവും കഠിനമായ സഹനത്തിൻ്റെ വേളയിലും ഈശോ ശത്രുക്കളെ സ്നേഹിക്കുകയും തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്, ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ മക്കളാണ് എന്ന് ഈശോ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ, ആയുഷ്കാലം മുഴുവൻ ജീവിച്ചിട്ട് സ്നേഹത്തിൽ വളരാനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തുന്നില്ലെങ്കിലോ നമ്മുടെ ആത്മീയതയ്ക്ക് എന്തർത്ഥമുണ്ട്? നമ്മുടെ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് എന്തർത്ഥമുണ്ട്? നമ്മുടെ കൂദാശ സ്വീകരണത്തിന് എന്തർത്ഥമുണ്ട്? നമ്മുടെ ദാനധർമ്മത്തിനും ഉപവാസത്തിനും പ്രാർത്ഥനകൾക്കൊക്കെ എന്തർത്ഥമുണ്ട്? ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ദൈവസ്നേഹത്തിൽ വളരുക. അല്പമെങ്കിലും ദൈവസ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ, ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനുള്ള ഒരു ആന്തരികമായ മനുഷ്യൻ്റെ ആത്മീയ ദാഹത്തിൻ്റെ പൂർത്തീകരണമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ, സഭയുടെ ചരിത്രം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അനേക ആയിരങ്ങൾ സഭയിൽ ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് അവര് മരണത്തിൻ്റെ മുമ്പിലും പീഡനങ്ങളുടെ മുമ്പിലും സഹനങ്ങളുടെ മുമ്പിലും തിരസ്കരണങ്ങളുടെ മുമ്പിലും ഒറ്റപ്പെടുത്തപ്പെട്ടു സകല വേദനകളുടെ നടുവിലും ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോഴൊക്കെ ഒരു ക്രിസ്തുവിൻ്റെ മുഖമായിട്ട് മാറി, ക്രിസ്തുവിൻ്റെ മുഖമായിട്ട് മാറി. മദർ തെരേസയൊക്കെ പാവങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന സമയത്ത് മുഖത്ത് പലരും കാർക്കിച്ച് തുപ്പുന്നൊക്കെയുണ്ട്. എന്നിട്ട് സ്നേഹത്തോടെ അവിടെ പെരുമാറുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്രിസ്തുവിൻ്റെ മുഖമാണ് മദർ തെരേസയ്ക്ക്. നമ്മളെ വേദനിപ്പിക്കുന്നവരെ തിരിച്ച് വേദനിപ്പിക്കുന്നിടത്തല്ല, നമ്മളെ വേദനിപ്പിക്കുന്നവരെയും സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നിടത്ത് നമുക്ക് കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട പുത്രൻ്റെ മുഖമായിട്ട് മാറും. മറ്റൊരു വാക്യം പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പുത്രരായിട്ട് മാറും, മക്കളായിട്ട് മാറുന്നത് അപ്പോഴാണ്. എപ്പോഴാണ്? ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ, ആ സ്നേഹത്തിൻ്റെ മനോഭാവത്തിൽ വളരുകയും പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ,
ഒരു മൈൽ ദൂരം എക്സ്ട്രാ പോകാൻ, സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ഒരു സ്നേഹവലയം തീർക്കാതെ ഇത്രയും നാളും നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള, നമ്മളേതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സ് മുറിഞ്ഞപ്പോൾ ശത്രുക്കളായി വെറുത്ത് മാറ്റി നിർത്തിയിട്ടുള്ളവരെ ആ സ്നേഹവലയത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നിടത്ത് നമ്മൾ ദൈവ മക്കളായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഈ ഒരു കൃപയ്ക്കായിട്ട് ഈ വിശുദ്ധ കുർബാനയിലൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ.